വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 950 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് 700 ലിങ്സ് സ്ഥലത്തെ 1740 സ്ക്വയർ ഫീറ്റിലെ ഈ 4BHK വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് 3.7 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. അതേ കളറിൽ ടെക്സ്ചർ വർക്കുകളും ലൈറ്റും ഒക്കെ കൊടുത്താണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത്. 4.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. 18 അടിയിലേറെ നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ കിഴക്ക് ഭാഗത്താണുള്ളത്. 11.5 അടിയാണ് ഇവിടുത്തെ സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഭാഗത്തായിട്ട് 2 ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഗ്രില്ല് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10.5 അടി നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. അത്യാവശ്യം ഒരു 3-4 ചെയർ ഇടാവുന്ന തക്ക സ്പേസാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് നമുക്ക് ലഭിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. പ്ലാവിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഫ്രെയിം ആഞ്ഞിലിയിലാണ് വന്നിരിക്കുന്നത്. കൂടാതെ പാനലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 10.5 അടി നീളവും 10 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിയ 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ലിവിംഗ് സ്പേസിന് ഗ്ലോസി ടൈൽസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ബാക്ക് സൈഡ് ടെക്സ്ചർ പെയിന്റ് ഒക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാനലിംഗ് വർക്ക് ആണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെയായിട്ട് ഒരു ഡെക്കോ സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്കിനി വളരെ വിശാലമായ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരാം. 15 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ വാഷ് കൗണ്ടർ ഈ ഒരു കോർണറിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഒരു പോയിന്റ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗം കബോർഡ് വർക്കുകൾ കൊണ്ട് കവർ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. കൂടാതെ ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വി-ഗാർഡിന്റെ സ്വിച്ചസും വി-ഗാർഡിന്റെ വയേഴ്സുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് ഫാനുകൾ ലൂക്കറിന്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. കിച്ചണിന് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്.
സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു കിച്ചൺ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടറിന്റെ എല്ലാം ടോപ്പ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ഈ ഒരു ഏരിയയിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ബാത്റൂമിന് ലെക്സസിന്റെയും സോയോയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എസ്കോസ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകിയ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. സോയോയുടെയും ലെക്സസിന്റെയും ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകൾ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 13.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഇവിടെയായിട്ട് 2-3 പവർ പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുന്നത് നമ്മൾ വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് ഈ കാണുന്ന ഓപ്പണിംഗ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ളതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് മുകളിലത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സോയോയുടെയും ലെക്സസിന്റെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനും സോയോയുടെയും ലെക്സസിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് വരുന്നത്. 10 അടിയിലേറെ നീളവും 2.5 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. MS-ൻ്റെ ഒരു ഗ്രിൽ ഇവിടെയായിട്ട് കാണാം. കൂടാതെ MS-ഉം ഗ്രില്ലും ഉപയോഗിച്ചാണ് ഈ ഒരു ബാൽക്കണിയുടെ ഈ ഒരു ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 22 അടി നീളവും 19 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. യൂട്ടിലിറ്റി സ്പേസ് മുഴുവൻ ടൈൽ ഉപയോഗിച്ച് ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. അവിടെ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് 950 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ, ചൂണ്ടി ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്റർ, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, കാക്കനാടേക്ക് 14 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്റർ,
കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 7.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 7.8 കിലോമീറ്റർ, കലൂർ സ്റ്റേഡിയത്തിലേക്ക് 19 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെൻറ്റ് 700 ലിങ്സ് സ്ഥലത്ത് 1740 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോടുകൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.